കോർഡിനേഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം സാമാന്യം മെച്ചപ്പെട്ട രീതിയിൽ നടന്നത് എല്ലാവരും ഒരുപോലെ സഹകരിച്ചു. പിന്നെ കോർപ്പറേഷൻ കൗൺസിലർമാരും മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും കൂടി നടന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇപ്രാവശ്യവും ആ രീതിയിലുള്ള കോർഡിനേഷൻ തന്നെ വേണം. ഇവിടെ വന്ന ഒരു പ്രശ്നം റോഡിൻ്റെ ഇതാണ്. അത് ശിവകുമാറിനെയും ശിവൻകുട്ടിയും കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ കൂടിയിട്ട് അത് ഫൈനലൈസ് ചെയ്ത് തരണം. കാരണം നാളെ കഴിഞ്ഞത്തെ ക്യാബിനറ്റിലെങ്കിലും പറഞ്ഞ് അതിൻ്റെ ഒരു എടുക്കേണ്ടതാണ്. അപ്പോൾ അത് ചെയ്യണം ഒന്ന്. പിന്നെ നാളെ തന്നെ വാട്ടർ റിസോഴ്സസ് മിനിസ്റ്റർ അദ്ദേഹം നാളെ ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ നാളെ തന്നെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പറയും. ആ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു സബ്ജക്റ്റ് കൂടെ വരാനുണ്ട്. ഇറിഗേഷൻ വകുപ്പിലെ 4 കടവുകളുടെ കാര്യം പറയുന്നുണ്ട്. അതെങ്ങനെയാണ്, അവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെയാണ്, കൗൺസിലർമാരുടെ അഭിപ്രായം അതുകൊണ്ട് ഞാൻ പോകുന്നു. അപ്പം എല്ലാവരുടെയും പൂർണ്ണമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഈ പ്രാവശ്യവും ഇത് ഏറ്റവും വിജയകരമായി നടത്തണം. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത്. വളരെയേറെ ബുദ്ധിമുട്ടുകൾ, നമ്മൾ എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താലും വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇവിടെ തീർത്ഥാടകർ എത്തുന്നത്. അപ്പോൾ അവർക്ക് ഗവൺമെൻറ് തലത്തിലും നമ്മുടെ ഇവിടുത്തെ ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യാവുന്നത്രയും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അത് നമ്മുടെ കടമയാണ്. ആ കാര്യത്തിൽ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ സഹകരിക്കണം എന്ന് പറയുന്നു. ഗവൺമെൻറ് തലത്തിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. നാളത്തെ ഈ 2 കാര്യങ്ങളും, റോഡിൻ്റെ കാര്യത്തിലും ഡ്രെയിനേജിൻ്റെ കാര്യത്തിലുമുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. പിന്നെ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല, കളക്ടർ. അപ്പോൾ അതൊന്ന് ഇറക്കിയിട്ട് അവരോട് പറഞ്ഞിട്ട് ക്രമീകരണങ്ങൾ എന്താണെന്നുള്ളത് നോക്കുക. ഒരു കാര്യം കൂടെ പ്രത്യേകം, ഇത് കഴിഞ്ഞതിന് ശേഷം ഉള്ള ക്ലീനിങ്, അതിനെന്താ നിങ്ങൾ സാധാരണ സംവിധാനം അത് ഫയർഫോഴ്സിന്റെ സഹായം വേണ്ട. ഫയർഫോഴ്സ് വന്ന് വെള്ളം അടിച്ചാൽ ഈ പൊടി പറക്കാതിരിക്കും. അത് പ്രത്യേകം. അപ്പം ഫയർഫോഴ്സിന്റെ ആൾക്കാർ ഇവിടെ വരാത്തതുകൊണ്ടാണ് പറഞ്ഞത്. അത് കളക്ടർ കേരളം വെച്ചിട്ട് ചെയ്യും. അപ്പോൾ ഇവര് അവിടുത്തെ അത് സംബന്ധിച്ചുള്ള മീറ്റിംഗിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇവർ 3 പേരും, ശ്രീ മന്ത്രിമാരായ ശ്രീ ശിവകുമാറും ശ്രീ മഞ്ഞളാംകുഴി അരിയും MLA ശ്രീ ശിവൻകുട്ടി ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ സഹകരിച്ച് ഇവിടുത്തെ നഗരത്തിലെ MLA മാരും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെല്ലാം കൂടെ കൂടി അതിനൊരു പരിഹാര മാർഗം പോസിറ്റീവായിട്ടുള്ള തീരുമാനം എടുത്ത് ആണ് വന്നിരിക്കുന്നത്. അത് സംബന്ധിച്ച് നടപ്പിലാക്കും.